ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്ഥാനമാണ് അള്ളാഹു അവനെ സ്നേഹിക്കുക എന്നുള്ളത്, അവന്റെ റസൂൽ അവനെ സ്നേഹിക്കുക എന്നുള്ളത്. റസൂൽ സ്നേഹിക്കുക എന്നുള്ളത് അവിടുത്തെ വഫാത്തോട് കഴിഞ്ഞുപോയി. പക്ഷെ അള്ളാഹുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ്. الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗമുണ്ട് എന്ന് ഓർപ്പിച്ചു പറഞ്ഞിട്ടുള്ള, സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള 10 മഹാന്മാരായ സ്വഹാബത്ത്, അവരുടെ ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ 3 പേരുടെ ചരിത്രം ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. 4ാമത്തെ വ്യക്തി, 4ാമത്തെ സ്വഹാബി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ, അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടതാണ്. അബ്ദുൽ മുത്തലിബിന്റെ സഹോദരൻ, ഒരു സഹോദരന്റെ മകളാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമ ബിൻതു അസദ് ഇബ്നു ഹാഷിം. അബൂ താലിബിന്റെ ഉപ്പയുടെ സഹോദരന്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ബന്ധമാണ് അബൂ താലിബും ഭാര്യയും തമ്മിലുള്ളത്. അപ്പോൾ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ ഹാഷിം എന്ന വ്യക്തിയുടെ പരമ്പരയിൽപ്പെട്ടവരാണ്. ഒരു ഹാഷിമിയായിട്ടുള്ള, ഹാഷിം എന്ന ഉപ്പയുടെ മക്കളാണ് ഹാഷിമികൾ എന്നറിയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ഈ ഹാഷിമികളിൽപ്പെട്ട ഒരാൾക്ക് ഹാഷിമിയത്തായിട്ടുള്ള ഒരു സ്ത്രീയിലുണ്ടാകുന്ന ആദ്യത്തെ കുട്ടിയാണ് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ ഫാത്തിമ ബിൻതു അസദ്, അവർ ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹ. പിന്നീട് മദീനയിലേക്ക് ഹിജ്റ വരികയും മദീനയിൽ വെച്ച് അവർ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അബൂ താലിബിന്റെ ഭാര്യയും 2 മക്കളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഹിദായത്ത് കൊടുക്കുന്നവൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ഉപ്പയുടെ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മക്കൾ 2 പേരും ഷഹീദാണ്, അലി റളിയല്ലാഹു അൻഹുവും ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുമ. ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു, ഹിജ്റ പോയി. പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുത്തില്ല. അള്ളാഹുവിനോട് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, മനസ്സുകളെ മറിക്കുന്നവനായ അല്ലാഹുവേ, എന്റെ ഖൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. അതുപോലെ തന്നെ നമുക്കറിയാം, ഖുദ്സിയ ഒരു ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ, എന്റെ അടിമകളെ നിങ്ങളെല്ലാവരും വഴിപിഴച്ചവരാണ്, ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് കൊടുത്തവരൊഴികെ, ഫസ്തഹ്ദൂനി അഹ്ദിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. അപ്പൊ അള്ളാഹുവിനോട് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശരിയായ ദീനിൽ, തൗഹീദിൽ, ശരിയായ സുന്നത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും മാർഗത്തിൽ ജീവിച്ച് മരിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിനുവേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ദുആ ചെയ്യുന്ന, മനസ്സിൽ തട്ടി ദുആ ചെയ്യുന്ന ഒരാളുടെ അടയാളമാണ് അവൻ എപ്പോഴും വിനയമുണ്ടാകും. എനിക്കറിയാത്ത ഹക്കുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റുവരാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിനയം അങ്ങനെയുള്ള ആളുകൾക്കുണ്ടാകും. അതായിരിക്കണം ഒരു മുഅ്മിന്റെ സ്വഭാവം. അലി റളിയല്ലാഹു അൻഹു ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് 23 വർഷം മുമ്പാണ്. ഹിജ്റ പോകുമ്പോൾ അദ്ദേഹത്തിന് 23 വയസ്സാണ് പ്രായം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടുന്നതിന്റെ 10 വർഷം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത്. ജാഹിലിയ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പന്റെ മകനാണ്. അതോടൊപ്പം അതിൽ കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പത്തിൽ എടുത്തു വളർത്തിയ ആളാണ് അബൂ താലിബ്. ഉപ്പ മരിച്ചതിന് ശേഷം
അദ്ദേഹത്തിന്റെ അബൂ താലിബിന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി. പിന്നെ അബ്ദുൽ മുത്തലിബ് മരിച്ചതിന് ശേഷം അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത്, നമുക്കറിയാവുന്നതാണ്. അതിന് ഒരു നന്ദിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതിർന്നപ്പോ അബൂ താലിബിന്റെ ഒരു മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തി, അലി റളിയല്ലാഹു അൻഹുവിനെ. കാരണം അദ്ദേഹത്തിന് അബൂ താലിബിന് ഒരു ദാരിദ്ര്യം ബാധിച്ചിരുന്നു. മക്കയില് പൊതുവെ ഖുറൈശികൾക്കിടയിൽ ഒരു ക്ഷാമമുണ്ടായി. അങ്ങനെ കുറെ മക്കളുള്ള ആളായിരുന്നു അബൂ താലിബ്. എല്ലാ മക്കൾക്കും കൂടി വേണ്ട ചെലവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാത്തൊരവസ്ഥയുണ്ടായി. ആ സമയത്ത് അബൂ താലിബിന്റെ മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ മറ്റൊരു മകനെ ജാഫർ ഇബ്നു അബി താലിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഏറ്റെടുത്തു. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന് ചെറുപ്പത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തെ കുറിച്ച് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ ഉയരം കുറഞ്ഞ ഒരാളായിരുന്നു. ഉയരം കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മിതമായ ഉയരമുള്ള ആളായിരുന്നു. ഉയരം കൂടുതലുള്ള വളരെ നീണ്ട ആളല്ല, വളരെ കുറിയ ആളുമല്ല, അതിനിടയിലുള്ള ആളായിരുന്നു. അതുപോലെ നല്ല തടിച്ചിട്ടായിരുന്നു അലി റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. ഇസ്ലാം സ്വീകരിക്കുന്നത് ഏറ്റവും ഒന്നാമതായി ഇസ്ലാം സ്വീകരിച്ച ആളുകൾപ്പെട്ട ആളാണ് അലി റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ഓരോ വിഭാഗത്തിലും ആദ്യമായി സ്വീകരിച്ച ആളുകളുടെ പേരുകൾ ചരിത്രത്തിൽ കാണാം. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. 10 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നത്. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ. വൃദ്ധന്മാരുടെ കൂട്ടത്തിൽ വറഖത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹു. അതുപോലെ അടിമകളുടെ കൂട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു. സ്വാതന്ത്ര്യം നൽകപ്പെട്ട മോചിപ്പിക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ, അങ്ങനെയുള്ളവരെ മവാലി എന്ന് പറയും, അവരുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഈ കൂട്ടത്തിൽ, ഈ ആദ്യകാലക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഈ ചെറിയ പ്രായത്തിൽ തന്നെ 10 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള ആ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, ദഅവത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അവരോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ കൂടെ അലി റളിയല്ലാഹു അൻഹു പോകാറുണ്ടായിരുന്നു. ഹിജ്റ പോകുന്ന സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ഉണ്ടായ ഒരു കഥ വളരെ അറിയപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്ന ആ കട്ടിലിൽ അലി റളിയല്ലാഹു അൻഹു കിടന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ മുശ്രിക്കുകൾ വീട് വളഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഹിജ്റ പോയ വിവരം അറിയുന്നത്. ഈ സംഭവം ചില പണ്ഡിതന്മാർ ദഈഫാക്കിയിട്ടുണ്ട്, ചില ഉലമാക്കൾ സ്വഹീഹാന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആലം. ഏതായാലും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ അറിയപ്പെട്ട ഒരു സംഭവമാണ്. പല ഉലമാക്കളും ഇത് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കാവുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ മഹത്വം, ഫദ്ല് കാണിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും തൗഹീദിലേക്ക്, ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നത് പോലെ പരിശ്രമിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. വളരെ ചെറിയ പ്രായത്തിലേ പരിചയമുള്ള ആളാണ്. എന്നിട്ട് മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ അത്രയും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു, അത്രയും ദീനുള്ള ആളായിരുന്നു അലി റളിയല്ലാഹു അൻഹു എന്ന് വ്യക്തമാണ്. ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടക്കുന്നത്, അലി റളിയല്ലാഹു അൻഹുമായിട്ടുള്ള. അവർക്ക് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്നീ 2 മക്കളുണ്ടായി. ഈ 2 മക്കൾ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളുടെ, സ്വർഗക്കാരുടെ കൂട്ടത്തിൽ അവരുടെ ഇടയിലുള്ള യുവാക്കളുടെ നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും. അതുപോലെ തന്നെ അവർക്ക് പെൺകുട്ടികളുണ്ടായിരുന്നു, ഉമ്മു കുൽസൂം, അതുപോലെ സൈനബ് എന്നീ 2 പെൺമക്കള് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് അലി റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹ്സിൻ എന്ന പേരുള്ള ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ ആ മകൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മറ്റൊരു മഹത്വം, നമ്മൾ ഈ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിലധികം തവണ പറഞ്ഞിട്ടുള്ള ആളാണ് അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്, തബൂക്ക് യുദ്ധം ഒഴികെ. തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, അലാ തർദ അൻ തകൂന മിന്നി ബിമൻസിലതി
ഹാറൂന മിൻ മൂസ. മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഹാറൂൻ അലൈഹിസ്സലാം ഉണ്ടായിരുന്നത് പോലെ ആ സ്ഥാനം എന്റെ കാര്യത്തിൽ എന്റെ കൂടെ നീ ആണുള്ളത്. മൂസാ നബിക്ക് ഹാറൂൻ അലൈഹിസ്സലാം ഉള്ളതുപോലെയാണ് എനിക്ക് നീ എന്നത് നീ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇല്ല അന്നഹു ലൈസ നബിയ്യുൻ ബഅദി, എനിക്ക് ശേഷം നബി ഇല്ല എന്ന് മാത്രം. ഹാറൂൻ അലൈഹിസ്സലാമിന് നുബുവത്തും വഹയും ഉണ്ടായിരുന്നു, നിനക്ക് വഹയില്ല എന്നേ ഉള്ളൂ. എനിക്ക് മൂസാ നബിക്ക് ഹാറൂൻ ഉള്ളതുപോലെയാണ് നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പാപങ്ങളും, വരാനിരിക്കുന്ന പാപങ്ങൾ പോലും അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ബദർ യുദ്ധത്തിന്റെ ദിവസം മുശ്രിക്കായ വലീദ് ഇബ്നു ഉത്ബ ഇബ്നു റബീഅ എന്ന് പറയുന്ന വ്യക്തി മുസ്ലിമീങ്ങളുടെ അടുത്തേക്ക് വരികയും എന്നോട് ഒറ്റക്ക് ഏറ്റുമുട്ടാൻ ആരാണുള്ളത്, ദ്വന്ദ്വയുദ്ധം നടത്താൻ ആരാണുള്ളത് എന്ന് വെല്ലുവിളിച്ചു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു ആണ് ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് ചെല്ലുകയും ഈ വലീദ് ഇബ്നു ഉത്ബയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ പലരും പിന്തിരിഞ്ഞോടി, മുനാഫിക്കുകൾ പിന്തിരിഞ്ഞോടി. അതുപോലെ മുനാഫിക്കുകൾ പിഴപ്പിച്ച് ചില സഹാബത്ത് പോലും പിന്തിരിഞ്ഞു. ആ സമയത്ത് ഉറച്ചു നിന്ന ആളുകൾപ്പെട്ട ആളാണ് അലി റളിയല്ലാഹു അൻഹു. ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന ഉടമ്പടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ബൈഅത്തുർ റിദ്വാനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നപ്പോ മക്കയിൽ വെച്ച് അദ്ദേഹത്തെ മുശ്രിക്കുകൾ കൊന്നു എന്ന് വാർത്ത പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിലുണ്ടായിരുന്ന സഹാബിമാരോട് കരാർ വാങ്ങിയതാണ്, മരണം വരെ യുദ്ധം ചെയ്യും എന്ന്. ആ കരാറിൽ പങ്കെടുത്ത ആളാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അതുപോലെ ഖന്തഖ് യുദ്ധത്തിന്റെ ദിവസം മുശ്രിക്കായിരുന്ന അംർ ഇബ്നു വുദ് എന്ന് പറയുന്ന അംർ ഇബ്നു വദ് എന്ന പേരുള്ള ഒരു മുശ്രിക്ക് മുന്നോട്ട് വന്നു. അദ്ദേഹം അറബികളുടെ കൂട്ടത്തിൽ ജാഹിലിയ കാലത്ത് ഏറ്റവും ധീരനായ ഒരു കുതിരപ്പടയാളിയായി അറിയപ്പെട്ട ആളാണ് അംർ ഇബ്നു വദ്. അങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഇയാൾ പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ നേർക്ക് വന്നിട്ട് ചോദിച്ചു, മൻ യുബാരിസ്, എന്നോട് ഏറ്റുമുട്ടാൻ ആരാണുള്ളത്? നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റക്ക് എന്നോട് ഏറ്റുമുട്ടാൻ ആരാണുള്ളത്? അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ടാകും? ഖന്തഖ് യുദ്ധം നടക്കുന്നത് ഹിജ്റ 5 അപ്പോ 28 വയസ്സ്. 23 വയസ്സിലാണ് ഹിജ്റ. അപ്പൊ 28 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. മറ്റേയാൾ അറിയപ്പെട്ട അറബികളുടെ കൂട്ടത്തിൽ ജാഹിലിയത്തിൽ അറിയപ്പെട്ട വലിയ പോരാളിയാണ്. അപ്പൊ ആരാണ് എന്നോട് ഏറ്റുമുട്ടാനുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ അംർ ഇന്നക ഖദ് കുൻത ആഹദത അല്ലാഹ, നീ ജാഹിലിയത്തിൽ അല്ലെങ്കിൽ നീ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിനോട് ഒരു കരാർ ചെയ്തതായി അറിയപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ ഒരു വലിപ്പമായി, ഇയാളുടെ ഒരു വലിയ മഹത്വമായി അറബികൾക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനോട് അയാൾ ഒരു കരാർ ചെയ്തിട്ടുണ്ട് ഈ മുശ്രിക്. എന്താണത്? അല്ലാ യദ്ഉക റജുലുൻ മിൻ ഖുറൈശിൻ ഇലാ ഇഹ്ദാ ഖല്ലതൈൻ, ഖുറൈശി ആയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും 2 കാര്യങ്ങളിൽ ഒന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ല അഖദ്തഹ മിൻഹു, അതിലേതെങ്കിലും ഒന്ന് ചെയ്തിരിക്കും. നീ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്ന ഒരു പ്രഖ്യാപനം നീ നടത്തിയിട്ടുണ്ടല്ലോ. വലിയ റളിയല്ലാഹു അൻഹു ഖുറൈശിയാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്. ഈ കാര്യം പറഞ്ഞപ്പോ അംർ ഇബ്നു വദ് പറഞ്ഞു, അജൽ, അതെ, ഞാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഫഖാല ലഹു അലി, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നി അദ്ഉക ഇലല്ലാഹി വഇലാ റസൂലിഹി വഇലൽ ഇസ്ലാം, ഞാൻ നിന്നെ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഇസ്ലാമിലേക്കും ക്ഷണിക്കുകയാണ്, മുസ്ലിം ആകാൻ നിന്നോട് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. ഫഖാല അംർ, അപ്പൊ ഈ മുശ്രിക് പറഞ്ഞു, ലാ ഹാജത ലി ബിദാലിക്, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാനത് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോ 2 കാര്യങ്ങൾ ചെയ്യാൻ മുന്നിൽ വെച്ചിട്ട്, നിർദ്ദേശങ്ങൾ വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും എന്നാണ്. ഒന്നാമത്തേത് ഇത് പറഞ്ഞു. ഫഖാല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നി അദ്ഉക ഇലൻ നിസാൽ, എന്നാൽ ഞാൻ എന്നോട് ഏറ്റുമുട്ടാൻ വേണ്ടി ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതാണ് രണ്ടാമത്തെ നിർദ്ദേശം. 2-ൽ 1 ചെയ്തിരിക്കണം. ഫഖാല ലഹു അംർ, അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, അംർ ഇബ്നു വദ് പറഞ്ഞു, ലിമ യബ്ന അഖി, എന്റെ സഹോദരപുത്ര. സ്നേഹത്തോടെ വിളിക്കുകയാണ്. കാരണം ഒരു പക്ഷെ കുടുംബ ബന്ധമോ മറ്റോ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ജാഹിലിയത്തിൽ പരിചയം ഉണ്ടായിരിക്കും. നീ എന്തിനാണ് മോനെ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഫവല്ലാഹി മാ ഉഹിബ്ബു അൻ അഖ്തുലക്, നിന്നെ കൊല്ലാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. കാരണം കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും വലിയ പ്രശസ്തനും വളരെ അറിയപ്പെട്ട പോരാളിയാണ്. ഫഖാല ലഹു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാകിന്നി വല്ലാഹി ഉഹിബ്ബു അൻ അഖ്തുലക്, പക്ഷെ എനിക്ക് നിന്നെ കൊല്ലാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഫഗളിബ അംറുൻ ഇൻദ ദാലിക്,
അങ്ങനെ ഇത് കേട്ടപ്പോ ഇയാൾക്ക് സഹിച്ചില്ല. അയാളൊരു കാരുണ്യത്തോടെ പറഞ്ഞതാണ്, എന്നെ ഞാൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ തിരിച്ചിങ്ങനെ പറഞ്ഞപ്പോ ദേഷ്യം പിടിച്ച് ഫനസല അൻ ഫറസിഹി, തന്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഫഅഖറഹു, ഈ കുതിരയെ അറുത്തു. കാരണം ഇനി തിരിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല. കുതിര അറുത്തു കഴിഞ്ഞാൽ പിന്നെ പേടിച്ച് അതിമ കയറി ഓടാൻ പറ്റില്ലല്ലോ. അങ്ങനെ മരണം വരെ ഏറ്റുമുട്ടുക തന്നെ എന്നുള്ള ഭാവത്തില് അലി റളിയല്ലാഹുനുമായി ഈ അംർ ഇബ്നു വദ് ഏറ്റുമുട്ടി. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ അവിടെ ആകെ പൊടി പടർന്നതായിട്ട് കണ്ടു. ഫസുമിഅ തക്ബീറു അലി, ആ പൊടി പിടിച്ച അവസ്ഥയിൽ അലി റളിയല്ലാഹു അൻഹു തക്ബീർ ചൊല്ലുന്ന ശബ്ദം കേട്ടു. ഫഉരിഫ അന്ന അലി റളിയല്ലാഹു അൻഹു ഖദ് ഖതല, അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുണ്ട്. പൊടിയൊക്കെ അടങ്ങിയപ്പോ ഈ അംർ ഇബ്നു വദ്ദിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണിത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു വലിയ ആദരവായി ഒരു അംഗീകാരമായി ചെയ്തിട്ടുള്ള കാര്യമാണ് ഖൈബർ യുദ്ധത്തിന്റെ ദിവസം. ഹിജ്റ 7 വർഷമാണ് ഖൈബർ യുദ്ധം ഉണ്ടാകുന്നത്. മദീനക്കടുത്ത് ഖൈബറിലുണ്ടായിരുന്ന യഹൂദികൾ ഈ ഖന്തഖ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളോട് ചതി ചെയ്തു. ഖന്തഖ് യുദ്ധത്തിൽ മക്കയിൽ നിന്ന് വന്ന മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ യഹൂദികളുമായി കരാറുണ്ടായിരുന്നു. മുസ്ലിങ്ങളെ അവർ വഞ്ചിക്കുകയില്ല, പുറത്തുനിന്നുള്ള ശത്രുക്കൾ വന്നാൽ മുസ്ലിമീങ്ങളുടെ കൂടെ നിൽക്കാം എന്നുള്ള കരാറുണ്ടായിരുന്നു. പക്ഷേ ഈ യഹൂദികൾ എന്ത് ചെയ്തു? അവരാ കിട്ടിയ തക്കത്തിൽ മദീനത്തുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുകൊടുത്തില്ല, അവരോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവരുമായുണ്ടായ ഏറ്റുമുട്ടൽ, അതാണ് ഖൈബർ യുദ്ധം. ആ യുദ്ധത്തിന്റെ ദിവസം ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഉഅതിയന്ന റായത ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി, നാളെ രാവിലെ ഞാൻ ഈ പതാക യുദ്ധത്തിന്റെ നേതൃത്വം ഒരാൾക്ക് കൊടുക്കും. അള്ളാഹു അവൻ വഴി വിജയം നൽകും, മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകും. യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുല്ലാഹു വറസൂലുഹു, അവന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഈ വ്യക്തി സ്നേഹിക്കുന്നു, അള്ളാഹു അവന്റെ റസൂലും ഇയാളെയും സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ പതാക കൈമാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്ഥാനമാണ് അള്ളാഹു അവനെ സ്നേഹിക്കുക എന്നുള്ളത്, അവന്റെ റസൂൽ അവനെ സ്നേഹിക്കുക എന്നുള്ളത്. റസൂൽ സ്നേഹിക്കുക എന്നുള്ളത് അവിടുത്തെ വഫാത്തോടുകൂടി കഴിഞ്ഞുപോയി. പക്ഷെ അള്ളാഹുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ്. ആലോചിച്ച് നോക്കൂ, ദുർബലരായ മനുഷ്യൻ, അള്ളാഹുവിന്റെ അടിമകളായ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുക, എല്ലാവിധ മഹത്വത്തിന്റെയും ഉടമയായ അള്ളാഹു തആല. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് നിമിഷവും മരിച്ചു പോകാവുന്ന, ഏത് നിമിഷവും രോഗിയാവാവുന്ന ദുർബലനായ മനുഷ്യൻ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ കുറച്ച് സ്ഥാനവും മാനമുള്ള ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയൊരു അംഗീകാരമായിരിക്കും. പക്ഷെ എല്ലാവരുടെയും റബ്ബായ അള്ളാഹു തആല നമ്മെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല, അത് വെറുതെ കിട്ടുകയുമില്ല. അല്ലെ, സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അള്ളാഹുവിനെ ആരാണോ സ്നേഹിക്കുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിന്തുടരുക, യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹത്തിനുള്ള ഷർത്താണ് ഇത്തിബാഉർ റസൂൽ, റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്നുള്ളത്. ചെറുതും വലുതുമായ കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല, അത് വളരെ പ്രയാസകരമായ കാര്യമാണ്, വളരെ വലിയ സ്ഥാനമാണ്. അപ്പൊ ഈ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സ്വഹാബത്ത് നമുക്കറിയാം, അവര് അധികാരമോഹമുള്ള ആളുകളല്ല സ്വഹാബത്ത്. പക്ഷെ അവരെല്ലാവരും അന്ന് രാത്രി ആഗ്രഹിച്ചു, നാളെ ആ പതാക എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. ഈ ഹദീസിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ പറ്റി. ഈ സംഭവത്തെ കുറിച്ച്, എന്റെ ജീവിതത്തിൽ ഞാൻ അധികാരം ആഗ്രഹിച്ചത് ആ ദിവസമാണ്. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവും അവന്റെ റസൂലും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട്. അതുപോലെ ഈ ഹദീസിന്റെ തന്നെ ഒരു റിവായത്തിൽ കാണാം, ഫബാതന്നാസു യദൂഖൂന ലൈലതഹും, അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തൊക്കെ അന്ന് രാത്രി ഉറങ്ങാതെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു, ആർക്കാണത് കിട്ടുക എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അത്രയും ഒരു രാത്രി ഉറക്കം കിട്ടാതെ അവർ ആലോചിച്ചു, കാരണം അള്ളാഹുവിന്റെ സ്നേഹം അവർ അത്രയും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് സ്വഹാബത്ത് മാസിയത്തുകളിൽ നിന്ന് അങ്ങേയറ്റം വിട്ടുനിന്നത്, അങ്ങേയറ്റം ശുദ്ധന്മാരായി അവർ ജീവിച്ചത്. കാരണം അള്ളാഹുവിന്റെ സ്നേഹം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടുന്നുണ്ടോ, അത് നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക എന്നുള്ളത് അത് ആവശ്യമാണ്. അത് നമ്മുടെ മനസ്സിന് ജീവനുണ്ടെങ്കിൽ, ഹയാത്തുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും. അപ്പൊ ഏതായാലും
അലി റളിയല്ലാഹു അൻഹുവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് ആ പതാക കൊടുത്തത്. ആളുകൾ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയിന അലി, അലി എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിന് കണ്ണില് അസുഖമുണ്ട്, ചെങ്കണ്ണുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് കണ്ണിലേക്ക് തുപ്പി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്തിട്ട് കണ്ണിലേക്ക് തുപ്പി. അതിനുശേഷം അദ്ദേഹത്തിന് പിന്നീട് യാതൊരു അസുഖവും കണ്ണിന് ബാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പതാക അദ്ദേഹത്തിന് കൊടുത്തു. ആ യുദ്ധം വിജയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ഒരു അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്രവാചകനാണ് എന്നുള്ളതിന്റെ ഒരു ദലീലാണ് ഈ സംഭവം. കാരണം പറഞ്ഞതുപോലെ പിറ്റേ ദിവസം ആ യുദ്ധം വിജയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ മനാഖിബ്, അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾപ്പെട്ട ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു മുഅ്മിൻ അല്ലാതെ അദ്ദേഹത്തെ സ്നേഹിക്കുകയില്ല, ഒരു മുനാഫിഖ് അല്ലാതെ അലി റളിയല്ലാഹുവിനെ വെറുക്കുകയുമില്ല. അപ്പൊ അലി റളിയല്ലാഹുവിനോട് സ്നേഹമുണ്ടാവുക എന്നുള്ളത് ഈമാനിന്റെ അടയാളമാണ്, വെറുപ്പുണ്ടാവുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളമാണ്. അപ്പൊ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മുസ്ലിമീങ്ങളായ ധാരാളം ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്കൊക്കെ പൊതുവായിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ പൊതുവിൽ ഈ സ്വഹാബിമാരെ കുറിച്ചൊന്നും കേട്ടുകേൾവി പോലും ഉണ്ടാവുകയില്ല. ഒരാളോട് സ്നേഹം തോന്നണമെങ്കിൽ അയാളെ കുറിച്ച് അറിയണ്ടേ? ഒരു പേര് മാത്രം അറിഞ്ഞാൽ മതിയോ? ഒരാളെ കുറിച്ച് കൂടുതൽ അടുത്തറിയുമ്പോഴല്ലേ അയാളോട് നമുക്ക് സ്നേഹം ഉണ്ടാവുക. അപ്പൊ ഈ സ്വഹാബത്തിന്റെയൊക്കെ ചരിത്രം പഠിക്കാതെ കേൾക്കാതെ നടന്നാൽ ഒരു പക്ഷേ ഈമാനിന്റെ വലിയ ഒരു ദറജ നഷ്ടപ്പെടും. ഈമാന്റെ ഒരു അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചിലപ്പോ എന്ത് സംഭവിക്കും? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് സ്വഹാബത്തിനോട് വിരോധം തോന്നാൻ വരെയുള്ള സാധ്യതയുണ്ട്. ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് ശരിയായ ചരിത്രം, സ്വഹാബത്തിന്റെ സീറ പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംശയം ഉണ്ടാക്കുന്ന, സ്വഹാബത്തിനെ കുറിച്ചൊക്കെ ആരോപണങ്ങൾ പറയുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും വാക്കുകൾ കേട്ട് ഈ നിഫാഖ് മനസ്സിൽ കയറാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഹിജ്റ 9-ാം വർഷം ഹജ്ജ് നിർബന്ധമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജിൽ പങ്കെടുത്തിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഹജ്ജിന്റെ നേതൃത്വം നൽകിയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. ഇനി മുതൽ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സൂറത്ത് തൗബ അവിടെ ഓതിക്കൊടുക്കാൻ വേണ്ടി, മക്കയിൽ പോയിട്ട് ആ സൂറത്ത് ഓതാൻ വേണ്ടി, ഇത് മുശ്രിക്കുകളുടെ അവസാനത്തെ ഹജ്ജാണ് എന്നറിയിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞയച്ചത്. അതിനുശേഷം ഹിജ്റ 10-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുന്നത്. ഈ 9 ഹജ്ജ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഹിജ്റ 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യാതിരുന്നത്? പണ്ഡിതന്മാർ പറയുന്നത് മുശ്രിക്കുകളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ആ വർഷം അവിടെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ ഒന്നിച്ച് ചെയ്യുക, എല്ലാവിധ ആചാരങ്ങളിലും പരസ്പരം പങ്കെടുത്തു കൊടുക്കുക, അങ്ങനെ ചെയ്താലേ നമ്മൾ സമൂഹത്തിൽ സ്ഥാനമുള്ള, എല്ലാവർക്കും തൃപ്തിയുള്ള ഒരാളാവുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിലപാടിനെ കുറിച്ച് എന്ത് പറയും? ഏതായാലും ഈ വർഷം എല്ലാ മതക്കാരും കൂടി ചെയ്യുന്ന ഹജ്ജാണ്, അവസാനത്തെ ഹജ്ജാണ്. അള്ളാന്റെ അനുവാദം ഉണ്ട് അതിന്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടില്ല. ഈ വർഷം മുശ്രിക്കുകൾക്ക് അള്ളാഹു തആല അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ഈ സൗഹാർദ്ദത്തിന്റെ മുഖം കാണിക്കാനുള്ള നല്ലൊരു അവസരമായിരുന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഷ്ടപ്പെടുത്തിയത്, ഈ ജാഹിലുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ? അപ്പോ ഇസ്ലാം എന്ന് പറയുന്നത് ഷിർക്കും തൗഹീദും തമ്മിൽ വേർതിരിക്കാൻ വന്ന ദീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് മുശ്രിക്കുകളെയും മുസ്ലിമീങ്ങളെയും കൂടി കൂട്ടിക്കെട്ടാനല്ല, മറിച്ച് മുഹമ്മദുൻ ഫർഖുൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ ആദർശം കൊണ്ട് വേർതിരിവുണ്ടാക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. അപ്പോ ആ ഒരു പാഠം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഹിജ്റ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തു. അല്ലെ, ഇവരുടെ ഭാഷയിൽ മുസ്ലിമീങ്ങൾ മാത്രമുള്ള വളരെ സങ്കുചിതമായ ഹജ്ജ്, 9-ാം വർഷം ഉണ്ടായിരുന്ന വിശാലമായ ഹജ്ജിന് പങ്കെടുക്കാതെ മുസ്ലിമീങ്ങൾ മാത്രമുള്ള ഹജ്ജിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തത്. അങ്ങനെ ആ 10-ാം വർഷത്തിലുള്ള ഹജ്ജില് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ 2 ഹജ്ജിലും അദ്ദേഹം പങ്കെടുത്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു കറാമത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണ്ണിലുണ്ടായിരുന്ന അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് പിന്നീട് ചൂടും തണുപ്പും അനുഭവപ്പെടുമായിരുന്നില്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അദ്ഹിബ് അൻഹുൽ ഹർറ വൽ ബർദ്, അല്ലാഹുവേ ചൂട് തണുപ്പ് ഇത് രണ്ടും ബുദ്ധിമുട്ടില്ലാതാക്കണേ അലി റളിയല്ലാഹു അൻഹു എന്നാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് തണുപ്പ് കാലത്ത് ചിലപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചൂട് കാലത്ത് വസ്ത്രമിടും, ചിലപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് തണുപ്പ് കാലത്ത് ധരിക്കുന്ന കട്ടിയുള്ള വസ്ത്രം അലി റളിയല്ലാഹു അൻഹു ധരിക്കാറുണ്ടായിരുന്നു. ഈ ദുആ ഫലിച്ചത് കാരണം. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മറ്റൊരു സ്വഭാവമാണ്, അദ്ദേഹം തന്റെ
മുതിർന്നവരായ തന്നെക്കാൾ മുതിർന്നവരായ സഹാബത്തിനെ ബഹുമാനിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു ധാരാളം ഫضലുകളുണ്ട് ഈ ഹദീസുകളിൽ നിന്നൊക്കെ വ്യക്തമാണ്. അല്ലാഹുവും റസൂലും സ്നേഹിക്കുന്നു എന്നുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള ആളാണ്. അങ്ങനെയായിരുന്നിട്ടും അദ്ദേഹം ഒരിക്കലും കിബ്ർ കാണിച്ചിട്ടില്ല. നമുക്കറിയാം, ഇപ്പോ അലി റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ അതിർ കവിഞ്ഞിട്ടുള്ള ഷിയാക്കളൊക്കെ പറയുന്നത് പോലെ താൻ ഏറ്റവും ഉത്തമനായ സഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ എനിക്കാണ് സ്ഥാനം എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹുവിനാണ് അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും റളിയല്ലാഹു അൻഹുമ അവരെക്കാൾ സ്ഥാനം എന്ന് പറയുന്ന ചില ആളുകളുണ്ട് എന്ന് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ബലഗനി അന്ന ഉനാസൻ യുഫദ്ദിലൂനി അല അബീ ബക്രിൻ വ ഉമർ, അബൂബക്കറിനെയും ഉമറിനെയും അവരെക്കാൾ സ്ഥാനം എനിക്കാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ലാ യുഫദ്ദിലുനി അഹദുൻ അല അബീ ബക്രിൻ വ ഉമർ, എനിക്ക് ഈ രണ്ട് മഹാന്മാരെക്കാളും സ്ഥാനമുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ ഇല്ല ജലത്തുഹു ഹദ്ദൽ മുഫ്തരി, വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ 80 അടി ഞാൻ അവനെ അടിക്കും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. കാരണം ഒരു ആരോപണം പച്ചക്കളവ് പറഞ്ഞ ആൾക്കുള്ള ഇസ്ലാമിലെ ശിക്ഷയാണ് 80 അടി. ഈ വിഷയത്തിൽ അതുപോലെ ഞാൻ ശിക്ഷിക്കും എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വഹി എഴുതുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന സമയത്ത് വഹി രേഖപ്പെടുത്തുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഹിജ്റ 35 അദ്ദേഹം ഇസ്ലാമിക ഖിലാഫത്ത്, മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരം ഏറ്റെടുക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി ബൈഅത്ത് വാങ്ങി. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് ഈ ഹിജ്റ 35 ഖലീഫയായി 36ാമത്തെ വർഷമാണ് സഹാബത്തിനിടയിൽ ജമൽ യുദ്ധം നടക്കുന്നത്. അതുപോലെ 37 തൊട്ടടുത്ത വർഷത്തിൽ സിഫീൻ യുദ്ധമുണ്ടായി. ആ രണ്ട് യുദ്ധങ്ങളെക്കുറിച്ചും ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വഹാബത്തിനിടയിൽ ഒരു ഫിത്നയുണ്ടായി. ആ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്താണ്, അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് വിഭാഗവും ആ രണ്ട് യുദ്ധങ്ങളിലും പരസ്പരം ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗങ്ങളും മുഅ്മിനീങ്ങളാണ്, സ്വഹാബത്താണ്. അവർക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്, ഒരു ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. ആ രണ്ടുപേർക്കും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരെക്കുറിച്ച് രണ്ടു കൂട്ടരെക്കുറിച്ചും മോശമായ ഒരു വാക്കും നമ്മൾ പറയാൻ പാടില്ല. അതുപോലെ തന്നെ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള വിശദാംശങ്ങൾ, കഥകൾ, അതിൽ മിക്കതും കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥകളാണ്. ഷിയാക്കൾ ഉണ്ടാക്കിയിട്ടുള്ള, അതുപോലെ ഖവാരിജികൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യാജമായ റിവായത്തുകളാണ്. സ്വഹീഹായ റിപ്പോർട്ടുകൾ വളരെ കുറവാണ്. ഇന്ന് പലരും ചിത്രീകരിക്കുന്നത് പോലെ വലിയ ഒരു യുദ്ധവും ഒരുപാട് മരണവുമൊന്നും ആ രണ്ട് യുദ്ധങ്ങളിലും ഉണ്ടായിട്ടില്ല. ഇത്രയാണ് അഹ്ലുസുന്നത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതിൽ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഈ രണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഖവാരിജികൾ അലി റളിയല്ലാഹുവിനെതിരെ പുറപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് തന്നെ യഹൂദികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കക്ഷിയാണ് ഖവാരിജികൾ എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി യഹൂദിയായ അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന വ്യക്തി സ്ഥാപിച്ചിട്ടുള്ളതാണ്. മുനാഫിക്കാരൻ അബ്ദുല്ലാഹ് ഇബ്നു സബ, അയാൾ മുസ്ലിമാണെന്ന് വാദിച്ചുകൊണ്ട് കുറെ ആളുകളെ സംഘടിപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണത്തിൽ കുറെ കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവര് അദ്ദേഹത്തിനെതിരെ പുറപ്പെട്ടു. 2000 ഖവാരിജികൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് സംഘടിച്ച് മദീനയിൽ വരികയും ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലുകയും ചെയ്തു. അതിന്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ആളുകൾ അവര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അലി റളിയല്ലാഹുവിനെതിരെ അവര് വാദിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ വീഴ്ചകളുണ്ട്, അദ്ദേഹം ഈ രണ്ട് യുദ്ധങ്ങളിലും എടുത്ത നിലപാടുകളിൽ തെറ്റുണ്ട്, ആ യുദ്ധത്തില് ഒരു അന്തിമ തീരുമാനമാക്കാതെ സുൽഹുണ്ടാക്കി, രണ്ട് കക്ഷികളെയും തമ്മിൽ ഇരുത്തി യുദ്ധം അവസാനിപ്പിച്ചു. അത് ശരിയല്ല, അള്ളാഹുവിന്റെ വിധി നടപ്പിലാക്കേണ്ടതായിരുന്നു, അങ്ങനെ ഒരു സുൽഹുണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള വാദങ്ങളുമായി ഖവാരിജികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ ഖവാരിജികളെ അലി റളിയല്ലാഹു അൻഹു ശക്തമായി നേരിട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ പോലെ ആയിരുന്നില്ല അലി റളിയല്ലാഹുവിന്റെ നിലപാട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകരുതെന്ന് വിചാരിച്ച് അദ്ദേഹം ക്ഷമിക്കുകയാണ് ചെയ്തത്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ ഖിലാഫത്തായപ്പോഴത്തേക്ക് ഖവാരിജികളുടെ യഥാർത്ഥ മുഖം മനസ്സിലായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അവരെ എങ്ങനെയാണ് കൊന്നതെന്നതൊക്കെ കണ്ടതാണ് അലി റളിയല്ലാഹു. അതുകൊണ്ട് തന്നെ ഇവരെ ഇനി വെറുതെ വിട്ടാൽ ശരിയാവുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുള്ള ഹദീസുകൾ അവരുടെ മുന്നിലുണ്ട്. ആ കക്ഷി ഇവരാണ് എന്ന് ഉറപ്പായി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു, എന്താണ് ഇവരുടെ അവസ്ഥ എന്ന കാര്യത്തിൽ. അലി റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ അത് വ്യക്തമായി. ഖവാരിജികൾ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുള്ള കൂട്ടരാണ് ഇവരെന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇവരുമായി സംസാരിക്കാൻ ആദ്യം
അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. അങ്ങനെ ഈ ഖവാരിജുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. അവരുമായി സംസാരിച്ചു. ആയിരക്കണക്കിന്, ചില റിപ്പോർട്ടുകളിൽ 6000 ആളുകളായിരുന്നു അവരുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. അവരുമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുകയും അതിൽ 4000 ആളുകൾ മടങ്ങുകയും ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന ആളുകളുമായി അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. അങ്ങനെ അവർ നല്ലൊരു ശതമാനത്തെ അദ്ദേഹം കൊന്നൊടുക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൈന ദറക്തുഹും ലഅഖ്തുലന്നഹും ഖത്ല ആദ്. ഞാനെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഖവാരിജുകൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ ആദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചതുപോലെ ഞാൻ അവരെ കൊന്നുകളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു മറ്റു മുശ്രിക്കുകളുമായുള്ള യുദ്ധങ്ങളൊക്കെ നിർത്തിവെച്ച് ഇവരെ നേരിടാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുകയായിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ പറയുന്നത്, അലി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ഇസ്ലാമിക ലോകത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ ചെയ്യാൻ പോകാതെ ഈ ഖവാരിജുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണ്? ഹിഫ്ളു റഅസിൽ മാൽ മുഖദ്ദമുൻ അല റിബ്ഹ്. നമ്മുടെ മുടക്കുമുതൽ, മൂലധനം സംരക്ഷിക്കുക എന്നുള്ളതാണ് ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ മുടക്കിയ പണം, നമ്മുടെ മൂലധനം, അത് നഷ്ടം വരരുത്, അതവിടെ തന്നെ കേടുപറ്റാതെ നിൽക്കണം. ലാഭം കുറച്ച് കുറഞ്ഞാലും വേണ്ടിയില്ല. ഇപ്പോൾ കച്ചവടം കുറച്ച് കുറവുള്ള ഒരു സീസൺ വന്നാൽ അപ്പൊ നമ്മുടെ മുടക്കുമുതലായിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിലെ ഫർണിച്ചർ, അല്ലെങ്കിൽ നമുക്ക് ദീർഘകാലത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയ വാഹനം, മറ്റു വസ്തുക്കൾ, ഇതൊക്കെ എടുത്ത് വിറ്റിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നല്ലല്ലോ ചിന്തിക്കുക ഒരു കച്ചവടക്കാർ. ലാഭം കുറച്ച് കുറഞ്ഞാലും നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള മൂലധനം, റഅസുൽ മാൽ, അത് നിലനിർത്താൻ ശ്രമിക്കും. ഇതാണ് അലി റളിയല്ലാഹു അൻഹു എടുത്ത നയം. അതായിരിക്കണം നമ്മുടെ നിലപാട്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ അതില് നമ്മുടെ മൂലധനം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി, ലാഭം കിട്ടാം, ചിലപ്പോ നമ്മുടെ മൂലധനം നഷ്ടപ്പെടാം. ഇങ്ങനെയുള്ള അവസ്ഥ വന്നാൽ ആ ലാഭത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മുടെ മൂലധനം നിലനിർത്താനാണ് ലാഭം കൊടുക്കേണ്ടത്. ഈ വിഷയം പണ്ഡിതന്മാർ സാധാരണ പറയുന്ന ഒരു മേഖലയാണ്, ഒരു അവസരമാണ് ബിദ്അത്തിന്റെ ആളുകളുമായിട്ടുള്ള സംവാദങ്ങൾ. ബിദ്അത്തിന്റെ ആളുകളുമായി സംവാദം നടത്തിയാല് എന്താ വിജയിച്ചാല് നമുക്ക് ലാഭം കിട്ടും, കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും. പരാജയപ്പെട്ടാലോ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? നമ്മളെ ഇതിൽ തന്നെ നിലനിർത്താനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരുമായി സംസാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ പൂർണ്ണമായും ഒരു മുബ്തദി ആയി മാറണമെന്നില്ല. നമ്മുടെ ഈമാൻ, നമ്മുടെ യഖീൻ, തൗഹീദിലും സുന്നത്തിലുമുള്ള നമ്മുടെ ഉറപ്പ് അതൊരൽപ്പം ഇളകിയിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെ ഇളകാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അതിന് പോകരുത്. കാരണം നമ്മൾ സുന്നത്തിൽ ജീവിച്ച് മരിക്കുക എന്നുള്ളതിനാണ് ഒന്നാം സ്ഥാനം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. എന്തുകൊണ്ടാണ് ഇന്ന് അധികം ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ആരോടും സംസാരിക്കാൻ റെഡിയാണ്, എവിടെയും പോയി തലയിടാൻ റെഡിയാണ്, ഏത് ചർച്ചക്കും തയ്യാറാണ്. എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യം വരുന്നത്? കാരണം ഈ മൂലധനം എന്ന ഒരു വസ്തുവിനെ കുറിച്ചുള്ള ചിന്തയേ ഇല്ല. ഞാൻ സുന്നത്തിലാണോ? എത്രത്തോളം ഞാൻ സുന്നത്ത് പഠിച്ചിട്ടുണ്ട്? സുന്നത്തിൽ എനിക്ക് യഖീനുണ്ടോ? എന്റെ മനസ്സിൽ വല്ല സംശയമുണ്ടോ? ഈമാൻ കുറയുന്നുണ്ടോ? ഈ വക ചിന്തകൾ ഉണ്ടെങ്കിലല്ലേ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടാവുള്ളൂ. അപ്പൊ സുന്നത്ത് പഠിക്കുകയും സുന്നത്തിനു വേണ്ടി പരിശ്രമിക്കുകയും അത് മരണം വരെ നിലനിർത്തണം എന്നുള്ള അതിയായ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര ധൈര്യം കിട്ടുന്നത്, ആരോട് സംസാരിക്കാനുള്ള ധൈര്യം. എന്നാൽ യഥാർത്ഥത്തിൽ ധൈര്യമുണ്ടെങ്കിൽ, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത്രയും വലിയൊരു ആലിമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്, എല്ലാ ഉലമാക്കളും സംവാദത്തിന് യോഗ്യരല്ല, ഉലമാക്കളിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിനാണ് അതിന് അനുവാദമുള്ളത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം അവിടെ മൂലധനം നഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പാണ്, ലാഭത്തിന് സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം. അതല്ലെങ്കിൽ ഈ കാര്യം ചെയ്യരുത് എന്നാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. സുന്നത്തിൽ അടിയുറച്ച് നിൽക്കുക, അതിൽ യഖീൻ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു സ്ഥാനമാണ്. അത് നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി നമുക്കുണ്ടാകണം. ആ പേടിയുള്ളവർക്കേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്ത ഒരാള്, കപ്പലിൽ യാത്ര ചെയ്തൊരു അനുഭവം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു, ദീർഘദൂരം കപ്പലിൽ യാത്ര ചെയ്തു. കപ്പലിൽ സാധാരണ യാത്ര ചെയ്യുക ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകാനായിരിക്കും, ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടുണ്ടാവും. ആ യാത്രയിൽ അദ്ദേഹം തീരെ സംസാരിച്ചിട്ടില്ല, ഒന്നും സംസാരിക്കുമായിരുന്നില്ല ഇമാം അഹ്മദ്. വളരെയധികം മിതഭാഷിയായിട്ടുള്ള സംസാരം കുറവുള്ള ആളായിരുന്നു ഇമാം അഹ്മദ് റഹിമഹുല്ലാ. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ. അദ്ദേഹത്തിന്റെ ഫത്താവ, ഇമാം അഹ്മദിന്റെ ഫത്വകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മസായിലുൽ ഇമാം അഹ്മദ് എന്ന പേരിൽ കിതാബുകളുണ്ട്. അദ്ദേഹത്തിന്റെ പല ശിഷ്യന്മാർ എഴുതിയിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഇമാം അബ്ദുല്ലാഹിബിൻ അഹ്മദ് റഹിമഹുല്ലാ, അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട്. ഇമാം അഹ്മദിനോട് ചോദിച്ചിട്ട് പറഞ്ഞ ഉത്തരങ്ങൾ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇമാം അഹ്മദിന്റെ സംസാരം എങ്ങനെയായിരുന്നു. ഒരു കാര്യം ചോദിച്ചാൽ പറയും ലാ ഉഹിബ്ബു,
എനിക്കത് താല്പര്യമില്ല, അല്ലെങ്കിൽ അത്തവക്കാഹു, എനിക്കതിൽ ചെറിയ പേടിയുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫത്വ. ഒരു വാക്ക് 2 വാക്ക് അത്രയാണ് അദ്ദേഹം സംസാരിക്കുക. അപ്പൊ ഈ സുഹൃത്ത് പറയുകയാണ്, ഈ യാത്രയിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നിട്ട് അദ്ദേഹം ഒരു കാര്യവും സംസാരിക്കുന്നില്ല. അഥവാ വായ തുറന്നാൽ അദ്ദേഹം പറയുക, അല്ലാഹുമ്മ അമിത്നി അലൽ ഇസ്ലാമി വസുന്ന, അള്ളാഹു സുന്നത്തിലായിക്കൊണ്ട് ശരിയായ മെൻഹജിലായിക്കൊണ്ട് എന്നെ മരിപ്പിക്കണേ എന്ന് പറയും. അതായിരുന്നു അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. അപ്പൊ അത് അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ അലി റളിയല്ലാഹു അൻഹു ഇതേ ഖായിദ, ഇതേ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു കാഫിറുകളുമായിട്ടുള്ള അതിർത്തിയിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും നിർത്തിവെച്ചിട്ട് ഈ ഖവാരിജുകളുമായി ഏറ്റുമുട്ടാൻ നിന്നത്. കാരണം അവിടെ പോയിട്ട് കുറെ ആൾക്കാർ ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ പ്രധാനം ഈ ഖവാരിജുകൾ മുസ്ലിമീങ്ങളെ പഴപ്പിക്കും. അവിടെ അവർ മുസ്ലിമീങ്ങളെ ഖവാരിജാക്കും, അല്ലെങ്കിൽ അവര് മുസ്ലിമീങ്ങളുടെ നിർഭയത്വം ഇല്ലാതാക്കും. അതുകൊണ്ട് അവരെ നിലക്ക് നിർത്താനാണ് ആവശ്യം എന്ന് മനസ്സിലാക്കി അലി റളിയല്ലാഹു അൻഹു യുദ്ധങ്ങളൊക്കെ നിർത്തിവെച്ചു എന്നാണ് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മഹത്വമാണ്. അപ്പോ ഖവാരിജുകളെ ഇല്ലാതാക്കി എന്നുള്ളത് അലി റളിയല്ലാഹുവിന്റെ വലിയ മഹത്വമാണ്. അദ്ദേഹത്തിന്റെ ആ യുദ്ധങ്ങൾ, നെഹ്റുവാൻ എന്ന് പറയുന്ന യുദ്ധം, അതോടുകൂടിയാണ് ഖവാരിജുകൾ തീരെ ഇല്ലാതായത് മുസ്ലിം ലോകത്ത് നിന്ന്. പിന്നീട് അവർക്ക് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് തലവെക്കാൻ സാധിച്ചത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ വലിയ ഒരു മഹത്വമാണ്, ഫളലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫളായിൽപ്പെട്ടുള്ള മഹത്വങ്ങൾപ്പെട്ട കാര്യമാണ് ഇൽമുൻ നഹ്വ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ അറബി ഗ്രാമർ എന്ന് പറയുന്നത് സ്ഥാപിച്ചത് അലി റളിയല്ലാഹു അൻഹു. നഹ്വ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ആളുകൾ നഹ്വ് ഇല്ലാതെ എന്ന് സംസാരിച്ചതെന്നല്ല. നമുക്കറിയാം ഖുർആൻ അതിന്റെ മുമ്പുണ്ട്, ഹദീസുകൾ അതിന്റെ മുമ്പുണ്ട്. പക്ഷേ ഖുർആനിലും ഹദീസിലും ഒക്കെയുള്ള ഈ നിയമങ്ങൾ, ഇത് ഇന്ന നിയമങ്ങൾ ആണ് ഇതിന് പിന്നിൽ എന്നുള്ളത് അത് സ്ഥാപിച്ചത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അബു അസ്വദ് അദ്ദുഅലി എന്ന് പറയുന്ന ഒരു താബിഈയായ പണ്ഡിതനാണ് ആദ്യമായി നഹ്വിന്റെ ചെറിയ ഒരു നിയമങ്ങൾ ഉണ്ടാക്കിയത്, ചെറിയ ചില നിയമങ്ങൾ ഉണ്ടാക്കിയത്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ആളുകൾ ഭാഷാ നിയമങ്ങൾ തെറ്റിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു കുറച്ച് നിയമങ്ങൾ എഴുതി ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം അത് ചെയ്തു. അദ്ദേഹത്തിന്റെ ചില ഉപദേശങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയധികം അർത്ഥവത്തായ ഉപദേശങ്ങളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നിരവധി അസറുകൾ കാണാം, അതുപോലെ അദ്ദേഹത്തിന്റെ കവിതകൾ കാണാം. അതിൽപ്പെട്ട 1-2 ഉപദേശങ്ങൾ നമുക്ക് വായിക്കാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസൽ ഖൈറു അൻ യക്സുറ മാലുക വവലദുക, നിന്റെ മക്കളും സമ്പത്തും വർദ്ധിക്കുക എന്നതല്ല ഖൈർ എന്ന് പറയുന്നത്. നീ ഖൈറിലാണെന്ന് പറയാൻ കുറെ സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായി നല്ല പുരോഗതിയിലാണ്, അല്ലെങ്കിൽ മക്കൾ കുറയുണ്ട് എന്ന് പറയുന്നതല്ല യഥാർത്ഥ ഖൈർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് വലാകിന്നൽ ഖൈറ, യഥാർത്ഥ ഖൈർ എന്ന് പറയുന്നത് അൻ യക്സുറ ഇൽമുക, നിന്റെ ഇൽമ് വർദ്ധിക്കുക എന്നുള്ളതാണ്. വയഅ്ളമ ഹിൽമുക, നിന്റെ ഹിൽമ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത. ഒരാള് നമ്മെ വേദനിപ്പിക്കുന്ന വല്ലതും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ സഹിക്കാനുള്ള കഴിവ്, അതാണ് ഹിൽമ്. അല്ലെ, എങ്ങോട്ട് ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ സഹിക്കുക, അതാണ് ഹിൽമ് എന്ന് പറയുന്നത്. സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്വഭാവം ഏതാണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയാണ്. അതിൽ പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹിൽമാണ് ഏറ്റവും മഹത്വമുള്ള സ്വഭാവം എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കാൻ കാരണമാകുന്ന പ്രവൃത്തികൾ ചെയ്താൽ അടങ്ങി നിൽക്കുക, അതാണ് ഹിൽം. ഏറ്റവും നല്ല സ്വഭാവം എന്ന് ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതാണ് ഖൈർ, ഇൽമ് വർദ്ധിക്കുക, ഹിൽമ് വർദ്ധിക്കുക. വഅൻ തുബാഹി അന്നാസ ബിഇബാദത്തി റബ്ബിക്, നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ നീ ആളുകളോട് വീമ്പ് പറയുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ മുമ്പ് പോയിട്ട് ഇങ്ങനെ പറയണമെന്നല്ല. ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ ആളുകളോട് മത്സരിക്കുക. ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നുണ്ട് എന്നതിലായിരിക്കണം നിന്റെ സന്തോഷം. അഹങ്കാരം അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിലായിരിക്കണം നിന്റെ ശ്രദ്ധ, അതിലായിരിക്കണം നിന്റെ മത്സരം. ഫൈൻ അഹ്സൻത ഹമിദല്ലാഹ്, അതുപോലെ നീ വല്ല നന്മയും ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കുക. അപ്പോ ഒരു ഇബാദത്ത് ചെയ്തു, അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ഇൽമ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ദീനിന് എന്തെങ്കിലും ഖിദ്മത്ത് ചെയ്തു, അല്ലെങ്കിൽ ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തു, സാമ്പത്തികമായി സഹായിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു ഖൈർ ചെയ്താൽ ഹമിദല്ലാഹ, അതെന്റെ വലിപ്പം കൊണ്ടാണ്, എന്റെ കഴിവുകൊണ്ടാണ് എന്ന് വിചാരിക്കാതെ അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലായിരുന്നെങ്കിൽ നമുക്കിത് സാധിക്കുമായിരുന്നില്ല. സഹാബത്ത് പറഞ്ഞത് പോലെ ലൗലല്ലാഹു ഫവല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്നാ വലാ സല്ലൈന. ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങൊഴിക്കുന്ന സമയത്ത് പട്ടിണി കിടന്നുകൊണ്ട് വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് സഹാബത്ത് കിടങ്ങൊഴിക്കുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ അടുത്ത ദിവസം കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. മക്കയിൽ നിന്ന് എല്ലാ മുശ്രിക്കുകളും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അതിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിടങ്ങൊഴിക്കുന്ന സമയത്ത് അവർ പറയുന്ന വാക്കാണ് ഫവല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല, നമ്മൾ മുസ്ലിമാകുമായിരുന്നില്ല.
വലാ തസദ്ദഖ്ന വലാ സല്ലൈന, നമുക്ക് സദഖ കൊടുക്കാനും നമസ്കരിക്കാനും ഒന്നും പറ്റുമായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇസ്ലാമിന് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു എന്ന് അല്ല വിചാരിക്കേണ്ടത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാനം തന്നു. ദീനിന് എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുണ്യം ചെയ്യാൻ, നമുക്ക് സ്വന്തമായിട്ടൊരു ഇബാദത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കാൻ, ഇങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ മിന്നത്താണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അപ്പോ അങ്ങനെ നന്മ ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കുക. വഇൻ അസഅത അസ്തഗ്ഫർതല്ലാഹ്, തെറ്റ് ചെയ്താൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഫഇൻ അഹ്സൻത ഹമിദല്ലാഹ, നീ ഒരു നല്ല പ്രവൃത്തി സ്വാലിഹായ അമൽ ചെയ്താൽ, ഒരു ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കുക. വഇൻ അസഅത, ഒരു തിന്മ ചെയ്താൽ ഇസ്തഗ്ഫർതല്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈ ഒരു സ്വഭാവം നമുക്കുണ്ടോ? അതാണ് ഖൈർ എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തെങ്കിലും നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖാണ് എന്ന ചിന്തയുണ്ടോ? വിനയം നമുക്കുണ്ടോ? അതുപോലെ തെറ്റ് സംഭവിച്ചാൽ, തെറ്റ് സംഭവിക്കുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതമാണ്, അള്ളാഹുവിന്റെ ഖദറാണ്. അത് സംഭവിച്ചാൽ ഇസ്തഗ്ഫർതല്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അതിൽ ഉറച്ചു നിൽക്കാതെ, അതിനെ ന്യായീകരിക്കാതെ, അത് എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ച് ദീനാക്കി മാറ്റാതെ ഇസ്തിഗ്ഫാർ ചെയ്യുക, മടങ്ങുക. ഈ സ്വഭാവമുണ്ടോ? അതാണ് ഖൈർ എന്ന് പറയുന്നത്. ഇൽമുണ്ടാവുക, അതുപോലെ അതിന് യോജിച്ച സ്വഭാവം ഉണ്ടാവുക. വളരെ അർത്ഥവത്തായ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇൽമ് ചിലപ്പോ ചില ആളുകൾക്ക് ഉണ്ടാവും, അതിന്റെ കൂടെ അവന് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, പിശാച് ഏറ്റവും കൂടുതൽ വിഷമിക്കുക, പിശാചിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാവുക ഇൽമുള്ള, അതുപോലെ തന്നെ ഹെൽമുള്ള ഒരു ആലിമ് മരിക്കുമ്പോഴായിരിക്കും. ഇൽമു മാത്രമുള്ള ഒരാൾ മരിച്ചാൽ പിശാചിന് അത്രയും സന്തോഷം ഉണ്ടാവില്ല. നേരെമറിച്ച് ഇൽമും ഹെൽമുമുള്ള ഒരാൾ മരിച്ചാൽ പിശാചിന് വിഷമമായിരിക്കും. കാരണം എന്താ? ഇൽമുണ്ട്, പക്ഷെ അവന്റെ സ്വഭാവം വളരെ പരുഷമാണെങ്കിൽ ആളുകൾ അവനോട് അടുക്കുകയില്ല, അവന്റെ ഖൈർ പ്രചരിക്കുകയില്ല ജനങ്ങൾക്കിടയിൽ. അപ്പൊ ഇൽമും അതിനോട് യോജിച്ച സഹനം, ക്ഷമ, കാരണം ആളുകളുമായി ഇടപഴകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സ്വഭാവം ക്ഷമയായിരിക്കും. അതുകൊണ്ടാണ് സ്വഭാവം എന്ന് പറയാതെ ഹെൽമ് എന്ന് അലി റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞത്. അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക നമുക്ക് ജനങ്ങളുമായി ഇടപഴകുമ്പോൾ. അതുപോലെ നന്മ ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും നന്മയുടെ കാര്യത്തിൽ ആളുകളോട് മത്സരിക്കുകയും ചെയ്യുക, തിന്മകൾ സംഭവിച്ചാൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഖൈർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ്, ഖംസുൻ ഖുദുഹുന്ന അന്നി, 5 കാര്യങ്ങൾ നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് പഠിച്ചുകൊള്ളുക. നമ്മളിപ്പോ എഴുതി വെച്ചോ എന്നൊക്കെ പറയുന്ന പോലെ 5 കാര്യങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളുക. എന്തൊക്കെയാണ്? ലാ യർജു അബ്ദുൻ ഇല്ലാ റബ്ബഹ്, ഒന്നാമത്തെ കാര്യം, ഒരാളും തന്റെ റബ്ബിനെ അല്ലാതെ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുക. എന്ത് പ്രയാസമുണ്ടായും എനിക്ക് റബ്ബുണ്ടാകും എന്ന് പ്രതീക്ഷ വെക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. നമ്മൾ പല പ്രാവശ്യം കേട്ടതായിരിക്കും, പക്ഷെ നമ്മൾ മറന്നുപോകും. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ, സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ മറന്നുപോകും. റജാ എന്നുള്ളത് ഒരു ഇബാദത്താണ്. നമസ്കാരവും നോമ്പും ഒക്കെ ഇബാദത്ത് ആയതുപോലെ തന്നെ റജാ, പ്രതീക്ഷ, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. ചിലപ്പോൾ നമ്മൾ വളരെ അപൂർവമായി മാത്രം ചെയ്തൊരു ഇബാദത്തായിരിക്കും, ചിലപ്പോൾ ചെയ്തിട്ടേ ഉണ്ടാവില്ല. ഒരാവശ്യം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് അള്ളാഹു ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക, അതൊരു ഇബാദത്താണ്. ഒരു ഞെരുക്കമുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഒരു ആശ്വാസം വരാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. അപ്പൊ അള്ളാഹുവിനെ അല്ലാതെ ആരും പ്രതീക്ഷിക്കരുത്. വലാ യഖാഫു ഇല്ലാ ദംബ, തന്റെ പാപത്തെ അല്ലാതെ ഒരാൾ പേടിക്കുകയും വേണ്ട. കാരണം എല്ലാ മുസീബത്തുകളുടെയും കാരണം നമ്മുടെ പാപങ്ങളാണ്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് എന്തൊക്കെ മുസീബത്ത് ബാധിച്ചിട്ടുണ്ടോ, ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങളുടെ കൈകൾ ചെയ്തു കൂട്ടിയതിന്റെ ഫലം മാത്രമാണ്. വയഅഫു അൻ കസീർ, അള്ളാഹു ധാരാളം വിട്ടുവീഴ്ച ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പാപങ്ങളാണ് നമുക്ക് വന്ന എല്ലാ മുസീബത്തുകൾക്കും കാരണം. അപ്പൊ ആ പാപങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാ മുസീബത്തുകളും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ അല്ലാതെ പേടിക്കേണ്ടതില്ല. അല്ലെ, ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, ഇനി ആ നിയമം വരാൻ പോകുന്നുണ്ട്, ഈ നിയമം വരാൻ പോകുന്നുണ്ട്, ഇന്ന പ്രതിസന്ധി വരാൻ പോകുന്നുണ്ട്, ഇന്ന രോഗം വരാൻ പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ കുറിച്ചായിരിക്കും ചർച്ച. അപ്പൊ നമ്മൾ ആരോടെങ്കിലും ഉപദേശിച്ചാല്, ഈ എന്തിനാ വെറുതെ സമയം കളയുന്നത്, എന്തിനാണ് ഈ ആവശ്യമില്ലാതെ അമിതമായി പത്രം വായിക്കുന്നത്, വാർത്ത കാണുന്നത്, ഇതൊക്കെ കണ്ടിട്ട് എന്തിനാണ് വെറുതെ ടെൻഷൻ കൂട്ടുകയും സമയം കളയുകയും, പല പാപങ്ങളും, അന്യ സ്ത്രീകളെ നോക്കുക, മ്യൂസിക് കേൾക്കുക, അതൊക്കെ എന്റെ കൂടെ നടക്കും. ഇങ്ങനെയുള്ള തെറ്റുകൾ എന്തിനാണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളോട് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഉത്തരം,
അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുന്നവൻ തിരിച്ചു പറയാൻ എന്തായിരിക്കും? നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണ്ടേ, തയ്യാറാവാൻ ഇതാ ഒറ്റ വരി ഉണ്ട്. എന്താണ്? തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് മടങ്ങുക, എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അപ്പൊ പ്രശ്നങ്ങളെ കുറിച്ച് കുറെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, പരിഹാരം ഇതാണ് അല്ലെ. ഇപ്പൊ നടക്കുന്ന ഈ പത്രവാർത്തകൾ, വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, നമ്മെ പേടിപ്പിക്കുന്ന ലേഖനങ്ങളും ചാനൽ ചർച്ചകളും, അതൊക്കെ ചുരുക്കി നമുക്ക് പറയാം. എന്താണ്? വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീക്കും. നമ്മൾ ചെയ്ത കുറെ പാപങ്ങൾ ഇതാ പല രൂപത്തിലായി വന്നുകൊണ്ടിരിക്കുന്നു. അതിനി പലതുമായി വന്നുകൊണ്ടിരിക്കും. ഈ വാർത്ത കാണാൻ വേണ്ടി വീഡിയോ തുറന്ന് ആ മ്യൂസിക് കേട്ട് ആ പെണ്ണിനെ നോക്കി അതിന്റെ ശിക്ഷ അടുത്ത വാർത്തയായിട്ട് വരും, അടുത്ത മുസീബത്തായിട്ട് വരും. അതുകൊണ്ട് അതൊക്കെ അവിടെ അവസാനിപ്പിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗബ ചെയ്യുക, അതാണ് മാർഗം. വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീക്കും വയഅഫു അൻ കസീർ. അള്ളാഹു കുറെ വെറുതെ വിടുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ പാപങ്ങളെ മാത്രം പേടിച്ചാൽ മതി, വേറെ ഒരു കാര്യവും നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. വലാ യസ്തഹി ജാഹിലുൻ അൻ യസ്അല അമ്മാ ലാ യഅലം. ഒരു ജാഹിലും തനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ മടി കാണിക്കരുത്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾക്കറിയില്ല, അപ്പൊ അതെങ്ങനെയാ ചോദിക്കുക? ഞാൻ ഇത്ര പ്രായമായിട്ട് ഉളു എടുക്കുന്ന കാര്യം എങ്ങനെയാ ഒരാളോട് ചോദിക്കുക? അപ്പൊ ഇത്രയും കാലം എനിക്കത് അറിയില്ല എന്ന് അവൻ മനസ്സിലാക്കില്ലേ എന്ന് വിചാരിക്കേണ്ടതില്ല. ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത്. വലാ യസ്തഹി ആലിമുൻ ഇദാ സുഇല അമ്മാ ലാ യഅലമു അൻ യഖൂല അല്ലാഹു അഅലം. ഒരു ആലിം എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം, ശരിയായ മറുപടി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിധി അറിയില്ല എങ്കിൽ അള്ളാഹു ആലം എന്ന് പറയാൻ അഹങ്കരിക്കുകയും ചെയ്യരുത്, മടി കാണിക്കുകയും ചെയ്യരുത്. അപ്പൊ ആലിമ് കാണിക്കേണ്ട ഒരു മര്യാദയാണ്. എന്തെങ്കിലും ചോദിച്ചിട്ട് അറിയില്ലെങ്കിൽ അള്ളാഹു ആലം എന്ന് പറയാം. അപ്പൊ ആലിമുമല്ല, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിയുമല്ല, അതിനും താഴെയുള്ള ആളുകൾ എത്ര വിനയം കാണിക്കേണ്ടതുണ്ട്, എത്ര സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മളൊരു കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന്റെ വിധി ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ ശരിക്ക്? അതിനർത്ഥം അള്ളാഹുവിന്റെ രേഖയിൽ, അള്ളാഹുവിന്റെ വിധിയിൽ ഇത് ശരിയാണ്, തെറ്റാണെങ്കിൽ ഇത് തെറ്റാണ് എന്നാണ് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് വലിയ ഉത്തരവാദിത്തമാണ്. പണ്ഡിതന്മാർ അങ്ങേയറ്റം പേടിക്കുന്ന കാര്യമാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് കുറെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ആഫ്രിക്കയിൽ നിന്ന് ആളുകൾ വന്നു മദീനയിലേക്ക്. ഇത്ര ദൂരം നിന്നാണ് അവർ കപ്പൽ കയറി വന്നു. ഏതാണ്ട് 40 മസ്അലകൾ ഇമാം മാലിക്കിനോട് ചോദിച്ചു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അതിൽ 6 മസ്അലക്ക് ഉത്തരം കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ബാക്കി എനിക്കറിയില്ല. അവർ ചോദിച്ചു, ഞങ്ങൾ ഇത്ര ദൂരം നിന്ന് വന്നതാണ്, നാട്ടിൽ പോയിട്ട് ഞങ്ങൾ എന്ത് പറയും? അവിടെ ആളുകളൊക്കെ കൂടി അവരുടെ സംശയങ്ങളൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചതാണ്. ഇമാം മാലിക് പറഞ്ഞു, നീ അവിടെ പോയിട്ട് നാട്ടിൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് കയറി നിൽക്കുക, വല്ല കുന്നിന്റെയും മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊള്ളുക, ഇമാം മാലിക്കിന് അല്ലെങ്കിൽ മാലിക്കിന് ഈ വിഷയങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ അറിയില്ല എന്ന് പറയാൻ പേടിക്കേണ്ടതില്ല. അത് യഥാർത്ഥ ഉലമാക്കളുടെ ഒരു അടയാളവുമാണ്. അവർക്ക് പേടിയുണ്ടാകും അല്ലെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇമാം ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിദുല്ലാഹ്. അദ്ദേഹത്തിന്റെ വല്ല ദർസും കേട്ടവർക്കറിയാം, ഒരു ദർസില് ഒരു ചോദ്യത്തിനെങ്കിലും അള്ളാഹു ആലം എന്ന് പറയാത്ത ദർസ് ഉണ്ടാവുകയില്ല. ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ, ചോദ്യം വായിക്കുമ്പോൾ അതിന്റെ ഉത്തരം നമ്മളൊക്കെ മനസ്സിലുണ്ടാകും, ഇതായിരിക്കും അതിന്റെ ഉത്തരം. അദ്ദേഹം പറയും ലാ അദ്രി അള്ളാഹു ആലം എന്ന് അദ്ദേഹം പറയും. അപ്പൊ യഥാർത്ഥ ആലിമിന്റെ അല്ലെങ്കിൽ ഒരു താലിബുൽ ഇൽമിന്റെ അടയാളമാണ് അറിയാത്തതിന് അറിയില്ല എന്ന് പറയുക. അത് ഈ സ്വഭാവം, അതിൽ നിങ്ങൾ മടി കാണിക്കരുത്. വസ്സബ്റു മിനൽ ഈമാനി ബിമൻസിലത്തി റഅസി മിനൽ ജസദ്. സബ്ർ എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിൽ തലയുള്ളതുപോലെയാണ് ഈമാനിന്റെ മുകളിൽ സബ്റിന്റെ സ്ഥാനം. നമ്മുടെ ശരീരത്തിന് മുകളിൽ തലയുള്ളതുപോലെ ഈമാന്റെ തലയാണ് സബ്ർ എന്ന് പറയുന്നത്. സബ്ർ നഷ്ടപ്പെട്ടാൽ അവൻ ഈമാൻ ഉണ്ടാവുകയില്ല. എന്താണ് എന്റെ അർത്ഥം? നമുക്ക് ഒരു പ്രയാസമുണ്ടായി, അതിൽ ക്ഷമിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഖദറിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ തെളിവാണ്. ഖദറിൽ എത്ര വിശ്വാസമുണ്ടോ അതിനനുസരിച്ച് ക്ഷമയുണ്ടാവും. നേരെ മറിച്ച് നമുക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്കും തളർന്നു പോകുന്ന സ്വഭാവമാണെങ്കിൽ, ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും സംസാരവും ഒക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഖദറിലുള്ള വിശ്വാസം അത്രയും കുറവാണ്. ഖദർ എന്ന് പറയുന്നത് തൗഹീദിന്റെ അടിത്തറയാണ്. സഹാബത്ത് പറഞ്ഞ അത്ര കാണാൻ സാധിക്കും. അൽ ഖദറു നിളാമു തൗഹീദ്. തൗഹീദിന്റെ അടിത്തറയാണ് ഖദർ എന്ന് പറയുന്നത്. അള്ളാഹുവാണ് ഓരോ അനക്കവും നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് ഖദറുള്ള വിശ്വാസം. അപ്പൊ ആ വിശ്വാസം ഒരാൾക്കുണ്ട് എന്നതിന്റെ തെളിവാണ് സബ്ർ എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിൽ തലയുള്ളതുപോലെ, തല പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുപോലെയാണ് സബ്റില്ലാത്തവന്റെ ഈമാൻ. അവന്റെ ഈമാൻ അത്രയും ദുർബലമാണ് എന്നർത്ഥം. വല ഈമാൻ അലിമല്ല സബ്റലഹു. സബ്റില്ലാത്തവന് ഈമാനില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിനർത്ഥം അവൻ കാഫിറായി എന്നല്ല, മറിച്ച് അവന്റെ ഈമാൻ വളരെ ദുർബലമാണ്. വഖീല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ,
സിഫ് ലന ദുനിയ, ദുനിയാവിനെ ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ചു തരിക. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം പറഞ്ഞു, മാ അസിഫു ലക്കും മിൻ ദാർ, ഈ ഒരു വീടിനെ ഞാൻ എങ്ങനെ വർണ്ണിക്കാനാണ്, ഈ ദുനിയാവാകുന്ന വീടിനെ ഞാൻ എങ്ങനെ വർണ്ണിക്കാനാണ്. മനിഫ്തഖറ ഫീഹ ഹുമിദ്, അതിൽ ദരിദ്രനായ ആൾ പ്രശംസിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരാള് ഇസ്ലാമിന്റെ നല്ല കാലത്തുള്ള അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദരിദ്രനായ വ്യക്തി വളരെ ദീനിയായിട്ടുള്ള ആളാണെങ്കിൽ, നല്ല ഇബാദത്തൊക്കെ ഉള്ള ആളാണെങ്കിൽ ആളുകൾ അവനെ പുകഴ്ത്തൂലേ, ഇന്ന ആള് അല്ലെ ഇങ്ങനെ ഒറ്റ വസ്ത്രം മാത്രമുള്ള ആളാണ്, അല്ലെങ്കിൽ പട്ടിണിക്കാരനാണ് എന്ന ആളുകൾ പറഞ്ഞവനെ പുകഴ്ത്തൂലേ അല്ലെ? ഇപ്പോഴും നമുക്കറിയാം ചില പണ്ഡിതന്മാരെയൊക്കെ കുറിച്ച് ആളുകൾ പുകഴ്ത്തുമ്പോൾ ആ കൂട്ടത്തിൽ പറയും, അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞിരുന്ന ആളാണ്, ദിവസം ഒരു നേരമായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്, അല്ലെങ്കിൽ കീറിയ വസ്ത്രമാണ് ഉടുത്തിരുന്നത് എന്നൊക്കെ പറയും. അപ്പൊ ഒരു വീട് അല്ലെങ്കിൽ ഒരു വിഭവം, ദുനിയാവ് എന്ന് പറഞ്ഞ സാധനം, അത് കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു ആളുകൾ. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? അത് അത്രയും വിലയില്ലാത്തതായതുകൊണ്ടല്ലേ. അതുപോലെ അദ്ദേഹം പറയുകയാണ്, മനിഫ്തഖറ ഫീഹ ഹുമിദ് വമൻ ഇസ്തഗ്ന ഫീഹ ഫുതിൻ, ഈ ദുനിയാവിൽ അതിന്റെ വിഭവങ്ങൾ ഒരാൾക്ക് കുറെ കിട്ടിയാൽ അവൻ പഴച്ചു പോകും. അതും എത്രയോ സംഭവിക്കുന്നതല്ലേ. എല്ലാവരും പഴക്കുന്നല്ല, പക്ഷേ വളരെയധികം ആളുകൾ പഴച്ചിട്ടുണ്ട് ദുനിയാവ് ഉണ്ടായതുകൊണ്ട്. ഫഅമ്മാ മൻ ഇസ്തഗ്ന കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ അർആഹു ഇസ്തഗ്ന, മനുഷ്യൻ ധിക്കാരിയായിരിക്കുന്നു. അർആഹു ഇസ്തഗ്ന, ഞാൻ സമ്പന്നനായി, മറ്റുള്ളവർ ആവശ്യമില്ലാത്ത ഒരു സ്വാശ്രയനായി എന്ന് തോന്നിയത് കൊണ്ട് മനുഷ്യൻ ധിക്കാരിയായി പഴച്ചിരിക്കുന്നു. അപ്പൊ കുറച്ച് പൈസ വന്നാൽ പഴച്ചു പോകുക എന്നുള്ളത് ഒരു സർവ്വസാധാരണമായ സംഭവമാണ് എന്നാണ് ഈ ആയത്തിന്റെ ആശയം. അപ്പോ ഒരു സാധനം അത് ഒരാളുടെ കയ്യിൽ ഇല്ലാതാകുമ്പോൾ അവൻ പ്രശംസിക്കപ്പെടുന്നു, അത് ഉണ്ടായതുകൊണ്ട് പഴച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരു സാധനത്തെ കുറിച്ച് എന്ത് പറയാനാണ്? വമൻ സഹ ഫീഹ അമിൻ, വമൻ സഹ ഫീഹ അമിൻ, ആരാണോ ഈ ദുനിയാവിൽ ആരോഗ്യത്തോടെ കഴിയുന്നത് അവൻ നിർഭയനായി. അല്ലാഹു അലം, ഈ വാക്കിന്റെ ആശയം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹലാലുഹൽ ഹിസാബ് വ ഹറാമുഹൽ ഇഖാബ്, ദുനിയാവിൽ ഹലാലുമുണ്ട് ഹറാമുമുണ്ട് അല്ലെ? ദുനിയാവിൽ ഏതൊരു വസ്തു ഒന്നുകിൽ നമുക്ക് ഹലാലായിരിക്കും അല്ലെങ്കിൽ ഹറാമായിരിക്കും. ഹലാലാണെങ്കിൽ അത് ഹിസാബാണ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കും, അത് നീ എങ്ങനെ സമ്പാദിച്ചു, അല്ലെങ്കിൽ അത് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള ഹിസാബ് ഉണ്ടാകും. ഹറാമായതാണെങ്കിലോ അതിന് ശിക്ഷയുണ്ടാകും. നമ്മുടെ മുമ്പിലുള്ള നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഹലാലായ മാർഗത്തിലൂടെ നേടിയതാണെങ്കിൽ അതെങ്ങനെ ചെലവഴിച്ചു എന്നുള്ള ചോദ്യം ഉണ്ടാകും. ഹറാമാണെങ്കിൽ അത് ഹറാമ് സമ്പാദിച്ചതിനുള്ള ശിക്ഷയുണ്ടാകും. അപ്പൊ ദുനിയാവിൽ രണ്ടും അപകടം തന്നെയാണ്. ഹലാലായ ദുനിയാവ് അപകടമാണ് ഒരു നിലക്ക്, ഹറാമും അപകടമാണ്. അപ്പൊ ദുനിയാവ് എന്ന് പറയുന്നത് ഇതാണ് അവസ്ഥ ദുനിയാവിന്റെ. അതുകൊണ്ട് തന്നെ അത് മദ്മൂമാണ്, ആക്ഷേപിക്കപ്പെട്ടതാണ്. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നവർക്കൊഴികെ, ഈ പറയുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടവർക്കൊഴികെ അവർ വളരെ കുറവുമായിരിക്കും. വകാന റളിയല്ലാഹു അൻഹു യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, കൂനൂ ലിഖബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമൻ മിൻകും ബിൽ അമൽ, അമലിനേക്കാൾ, അമലുകൾ ചെയ്യുന്നതിനേക്കാൾ അമൽ സ്വീകരിക്കപ്പെടുമോ എന്ന കാര്യത്തിലായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇത് വളരെ വലിയൊരു ദർജയാണ്. നമ്മളൊക്കെ അമലുകൾ തന്നെ മടി കാണിക്കുന്നവരായിരിക്കും. അമലുകൾ ചെയ്യുക എന്നതിലല്ല, ഇത് അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കുക. പണ്ഡിതന്മാര് പറയുന്നത് അമലുകളെ നമുക്ക് മൂന്നായി വേർതിരിക്കാൻ പറ്റും. ഒന്ന് ബാത്തിലായ അമൽ. ഇപ്പൊ നമസ്കാരം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. നമസ്കാരം അതിന്റെ ഷർത്തുകളും ഫർളുകളും ഒക്കെ പാലിക്കാതെ നമസ്കരിച്ചാല് ആ നമസ്കാരം എന്താണ്? സ്വലാത്തുൻ ബാത്തില, അത് ബാത്തിലാണ്, കുറ്റക്കാരൻ. ബാത്തിലായ അമൽ എന്ന് പറഞ്ഞാൽ അവൻ കുറ്റക്കാരനാണ്. ആ വുജൂബ്, ആ ബാധ്യത വീടിയിട്ടില്ല. രണ്ടാമത്തെ ദർജ, ഒരാൾ ഈ ഷർത്തുകളും റുക്നുകളും വാജിബാത്തുകളൊക്കെ പാലിച്ച് നമസ്കരിച്ചു. ആ നമസ്കാരം എന്താണ്? സഹീഹ, സ്വലാത്തുൻ സഹീഹ, സഹീഹായ നമസ്കാരം, അവൻ കുറ്റത്തിൽ നൊഴിഞ്ഞു. മൂന്നാമത്തെ ഒരു ദർജയുണ്ട്, സ്വലാത്തുൻ മഖ്ബൂല, അള്ളാഹു സ്വീകരിക്കുന്ന നമസ്കാരം. ഇങ്ങനെ പറയാനുള്ള തെളിവ് എന്താണ്? ആദ്യത്തെ രണ്ട് നമസ്കാരത്തെ കുറിച്ച് നമുക്കറിയാം, അതിന് തെളിവുകളുണ്ട്. ഒളുവില്ലാത്തത് നമസ്കാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ ബാത്തില്, ഒളുവില്ലാത്തത്, ഒളുവുള്ളത് സഹീഹ്, എന്ന് തന്നെ മനസ്സിലാക്കാം. എന്നാൽ ഈ മഖ്ബൂലായ നമസ്കാരം എന്നുള്ളതിന് എന്താ തെളിവ്? നിങ്ങളെല്ലാവരും കേട്ടിരിക്കും, സാഹിറിന്റെ അടുത്ത് പോയാൽ 40 ദിവസം നമസ്കാരം സ്വീകരിക്കൂല, നമസ്കാരം കബൂലാക്കോ ഇല്ല. സഹീഹാകോ ഇല്ലേ? സഹീഹാകും. ഒരാൾ സാഹിറിന്റെ അടുത്ത് പോയി വന്നിട്ട്, ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി വന്നിട്ട് 40 ദിവസം ഒളു എടുത്ത് എല്ലാ റുക്കുനുകളും പാലിച്ച് നിസ്കരിച്ച നമസ്കാരം സഹീഹല്ലേ? സഹീഹാണ്. അവന് നിസ്കാരം ഒഴിവാക്കിയവനുള്ള കുറ്റമൊന്നും ഉണ്ടാവൂല. പക്ഷെ അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല, അവന് പ്രതിഫലം ഉണ്ടാവുകയില്ല. അതുപോലെ പല പാപങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഇന്ന പാപം ചെയ്താൽ അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. കള്ളു കുടിച്ചവനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്, അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. അതുപോലെ ഒളിച്ചോടിയ അടിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ തിരിച്ചു വരുന്നത് വരെ, ഒരു യജമാനന്റെ അടുത്ത് നിന്ന് ഒളിച്ചോടിയ അടിമ
തിരിച്ചു വരുന്നവരെ അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. അതിനർത്ഥം എന്താ? ഒരടിമ ഒളിച്ചോടിയാൽ നമസ്കാരം സ്വഹിയാവില്ല എന്നല്ല. അവൻ ഒളിച്ചോടി എന്നുള്ള പാപത്തിന്റെ കാരണമായി അള്ളാഹു അവന്റെ നമസ്കാരത്തിന് പ്രതിഫലം കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് സലഫുകൾ പലരും പറഞ്ഞതായി കാണുന്നത്, എന്റെ 2 റക്അത്ത് നമസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്ന് അറിഞ്ഞാൽ എനിക്ക് പിന്നെ മരിച്ചുപോയാൽ മതി. കാരണം ഇബാദത്തിന്റെ സിഹത്ത്, അത് ശരിയാവുക എന്നതിന്റെ മുകളിലാണ് ഖബൂൽ എന്ന് പറയുന്നത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്നാണ് സ്വീകരിക്കുക. അതുകൊണ്ട് അമൽ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ളത് വളരെ കടുപ്പമുള്ളൊരു ചോദ്യമാണ്. അത് ആ അമലിന്റെ ഷർത്തും ഫർളും പാലിച്ചതുകൊണ്ട് മാത്രം സ്വീകരിച്ചുകൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന മറ്റു വല്ല പാപവും നമ്മുടെ അമലുകൾ സ്വീകരിക്കാതാവാൻ കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അമലുകൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകണം, കൂടുതൽ ഇഹ്തിമാം, കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിനായിരിക്കണം. ഫഇന്നഹു ലൻ യഖില്ല അമലും മഅ തഖ്വ, കാരണം അമല് കുറഞ്ഞുപോയി എന്നതിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരികയില്ല തഖ്വയുണ്ടെങ്കിൽ. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് പിന്നെ കുറഞ്ഞു എന്നത് കുഴപ്പമുണ്ടാവുകയില്ല. നേരെ മറിച്ച് സ്വീകരിക്കുന്നില്ലെങ്കിലോ, ഇപ്പൊ ഒരു അടിമ ഈ ഒളിച്ചോടിപ്പോയി എന്ന് തന്നെ വിചാരിക്കാം, എന്നിട്ട് എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്. നേരെ മറിച്ച് യജമാന്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി അവന്റെ ഉത്തരവാദിത്തം നിർവഹിച്ച് അവൻ കഴിഞ്ഞു കൂടുന്ന ഒരാള്, വേറൊരു അടിമ, അവൻ 5 നേരത്തെ ഫർള് മാത്രം നമസ്കരിക്കുന്നു. അപ്പൊ ആർക്കാ സ്ഥാനം? ഈ രണ്ടാമത്തെ ആൾക്കാണ്. അവന്റെ അമൽ അള്ളാഹു സ്വീകരിക്കാൻ സാധ്യതയാണ്, മറ്റേത് സ്വീകരിക്കുകയില്ല എന്നുള്ള ഉറപ്പാണ്. ഖബൂലില്ല, സഹീഹാണ് പക്ഷെ ഖബൂലില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിക്കുക. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ മറ്റു ചില ഉപദേശങ്ങളും അതുപോലെ അവസാന കാലത്ത് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയ സംഭവമൊക്കെ നമുക്ക് അടുത്തൊരു ദിവസം വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിന്റെ മാർഗത്തിൽ ജീവിക്കാനും അവരുടെ അഖീദയും അവരുടെ മൻഹജും അവരുടെ അഖ്ലാഖും ഇബാദത്തുകളും ഒക്കെ അനുകരിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.